ഇന്നത്തെ നോമ്പ് തുറക്ക് മട്ടൻ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ മട്ടൻ വെക്കുമ്പോൾ സാധാരണ എല്ലാവർക്കും ഇഷ്ടമില്ലാത്ത എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ സ്മെല്ലാണ്. അപ്പോൾ ആ സ്മെല്ലില്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വിനീഗറോ അല്ലെങ്കിൽ നാരങ്ങയൊക്കെ നല്ലോണം അതിൽ തേച്ച് പിടിപ്പിച്ചിട്ട് കുറച്ച് നേരം വെച്ചതിന് ശേഷം നന്നായി വാഷ് ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ മട്ടൻ്റെ ആ സ്മെല്ലുണ്ടാവില്ല. അതൊരു കുത്തുന്നൊരു സ്മെല്ലുണ്ട്, അതുണ്ടാവില്ല. മട്ടൻ വാങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ആലോചിക്കാനൊന്നുമില്ല. എൻ്റെ ഫേവറേറ്റ് സാധനമാണ് മട്ടൻ സ്റ്റൂ. ഷെഫ് ആബിദ റഷീദിൻ്റെ റെസിപ്പി ഇൻസ്പയർ ചെയ്തിട്ടാണ് കേട്ടോ ഞാൻ മട്ടൻ സ്റ്റൂ ഉണ്ടാക്കാറ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് സവോള, വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് ഇത്രയും സാധനം വേണം. നമ്മൾ എരിവിന് വേണ്ടിയിട്ട് പച്ചമുളകാണ് ചേർത്തുന്നത്, മുളക് പൊടിയൊന്നും ഉപയോഗിക്കുന്നില്ല. അവസാനം ഇത്തിരി കുരുമുളക് പൊടി നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട്. അതുമാത്രമാണ് എരിവിനുള്ള. അപ്പോൾ അതിനനുസരിച്ചുള്ള പച്ചമുളകാണ് എടുക്കേണ്ടത്. ഇനി ഇതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് വയ്ക്കാം. നമുക്കിതിലേക്കൊരു 1-2 ഉരുളക്കിഴങ്ങ് കൂടി വേണം. അപ്പോൾ അതുകൂടെ എടുത്തിട്ട് അതുകൂടെ പീൽ ചെയ്ത് കട്ട് ചെയ്ത് വയ്ക്കാം. ഉരുളക്കിഴങ്ങ് കട്ട് ചെയ്യുമ്പോൾ കുറച്ച് ചങ്ക്സ് ആയിട്ട് കട്ട് ചെയ്യണം. കാരണം നമ്മളിത് മട്ടൻ്റെ ഒപ്പം തന്നെ ഇട്ടിട്ടാണ് വേവിക്കുന്നത്. അപ്പോൾ ഒരുപാട് ചെറുതാക്കിയിട്ട് കട്ട് ചെയ്യാൻ പാടില്ല. ഇതേപോലെ ചങ്ക്സ് ആയിട്ട് തന്നെ കട്ട് ചെയ്യണം. നമുക്ക് ഈ സ്റ്റൂവിന് വേണ്ടിയിട്ട് മല്ലിയുടെ പൊടി വേണം. അപ്പം മല്ലിപ്പൊടി നമ്മൾ ഓൾറെഡി പൊടിച്ച് വെച്ചതിനെക്കാട്ടി നല്ലത് അപ്പം തന്നെ നമ്മുടെ അടുത്ത് മല്ലി ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനെ ഫ്രഷ് ആയിട്ടൊന്ന് ചതച്ചെടുത്തിട്ട് ഇട്ട് കഴിഞ്ഞാൽ അത് ടേസ്റ്റ് കുറച്ചുകൂടെ കിട്ടും. അത് ബാക്കിയുള്ളതിനൊക്കെ നമ്മൾ ഉപയോഗിക്കുമ്പോൾ മല്ലിപ്പൊടി ഉപയോഗിച്ചാലും ഇതേപോലെ സ്റ്റൂ ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ ചെയ്യണതാണ് ഏറ്റവും ബെസ്റ്റ്. സ്റ്റൂയുടെ ഒപ്പമുള്ള കോമ്പിനേഷൻ പത്തിരിയോ അപ്പമൊക്കെയാണ് ഏറ്റവും നല്ല ടേസ്റ്റ് ഉണ്ടാവും. പത്തിരിയുടെ പൊടി ഉണ്ടായിരുന്നില്ല, അപ്പോൾ അജ്മിയുടെ അപ്പപ്പൊടി ഉണ്ടായിരുന്നു. അപ്പപ്പൊടി ആഡ് ചെയ്തിട്ട് ഒരു പാത്രത്തിൽ ആഡ് ചെയ്യുക. അതിലേക്ക് കുറച്ച് പഞ്ചസാര ആഡ് ചെയ്യുക. ആവശ്യത്തിന് ചൂടുവെള്ളം ആഡ് ചെയ്തിട്ട് 1 മണിക്കൂർ നമ്മൾ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ അപ്പം റെഡിയാവും. അപ്പോൾ ആ ഒരു സമയത്തിൻ്റെ ഉള്ളിൽ നമുക്ക് ബാക്കി സ്റ്റൂ ഉണ്ടാക്കാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാമല്ലോ. അപ്പോൾ അത് കാരണം അപ്പത്തിൻ്റെ മാവ് ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൂ ഉണ്ടാക്കാൻ സ്റ്റാർട്ട് ചെയ്യാം. ഞാൻ കുക്കർ എടുത്തിരിക്കുന്നത്, അതായത് സ്റ്റൂ ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ സ്ലോ കുക്ക് ചെയ്യുന്നതിന് നല്ലത്, ഏറ്റവും നല്ലത് കുക്കർ തന്നെ യൂസ് ചെയ്യുന്നതാണ്. കുക്കർ എടുത്തിട്ട് ഒന്ന് ഹീറ്റ് ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഇവിടെ നല്ല തണുപ്പായതാണ്, നല്ല കട്ടയാണ്. അപ്പോൾ അത് കാരണമാണ് 1-2 സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. ഞാൻ എണ്ണ കുറച്ച് യൂസ് ചെയ്യണം, അപ്പോൾ അത് കാരണമാണ് ഞാൻ വളരെ കുറവ് എണ്ണയാണ് യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ അളവിനനുസരിച്ച് യൂസ് ചെയ്യാം ഓയിലൊക്കെ. എണ്ണ നന്നായി ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് സവാള ഇട്ട് കൊടുക്കുക. സവാള നന്നായിട്ട് വഴഞ്ഞ് വരണം, പക്ഷേ അതിൻ്റെ കളറ് മാറേണ്ട ആവശ്യമില്ല. കളറ് മാറിക്കഴിഞ്ഞാൽ സ്റ്റൂവിൻ്റെയും ആ കളറ് മാറും, കുറച്ചുകൂടെ ഒരു ബ്രൗണിഷ് കളറോ ഒക്കെ ആവും സ്റ്റൂവും. മട്ടൻ ഒരു വെള്ള കളറായി വരും നമ്മളിങ്ങനെ ഇളക്കി കൊടുത്തു കഴിയുമ്പോൾ. അതിന് ശേഷമാണ് നമ്മൾ ഉപ്പ് ആഡ് ചെയ്യുന്നത്. ഞാൻ കല്ലുപ്പാണ് ആഡ് ചെയ്യുന്നത്. കല്ലുപ്പ് ഉപയോഗിക്കാത്ത ആൾക്കാർ പൊടിയുപ്പ് ഉപയോഗിച്ചാലും മതി. ഉപ്പിട്ട് ഒന്ന് ഇളക്കി കൊടുത്തതും തന്നെ നമുക്ക് ഉരുളക്കിഴങ്ങ് അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ ചതച്ച് വെച്ചിട്ടുള്ള മല്ലി ഇട്ട് കൊടുക്കാം. മല്ലി ഞാൻ ചതച്ചത് ഫുൾ ആവശ്യമില്ല, ഇച്ചിരി ഞാൻ മാറ്റി വെച്ച് ബാക്കിയുള്ള മല്ലി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മട്ടനും ഉരുളക്കിഴങ്ങും എല്ലാം കൂടി തേങ്ങാപ്പാൽ 1-ാം പാൽ ഒഴിച്ചിട്ട് വേഗം വെക്കണം. എൻ്റെ കയ്യിൽ തേങ്ങ ഇല്ലാത്ത കാരണം ഞാൻ കോക്കനട്ട് മിൽക്ക് പൗഡർ നല്ല ലൂസായിട്ട് വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് അതാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇത് വേഗം വെക്കുമ്പോൾ നമ്മൾ ഫുള്ളിൽ വെച്ചിട്ട് 1, 2, 3 അങ്ങനെ വിസിലടിപ്പിക്കാതെ ആദ്യം ഫുള്ളിൽ വെച്ച് ഒരു വിസിലടിച്ചതിന് ശേഷം പിന്നെ കുറച്ച് കൊടുക്കുക, പിന്നെയും വിസിലടിച്ചതിന് ശേഷം പിന്നെയും കുറയ്ക്കുക. അങ്ങനെ ഓരോ വിസിലും അങ്ങനെ കുറച്ച് അടുപ്പിക്കുന്നതാണ് നല്ലത്. അത് അടിച്ചു കഴിഞ്ഞാലും പെട്ടെന്ന് തുറക്കാതെ അതിൻ്റെ ആവിയൊക്കെ പോയതിന് ശേഷം വിസിൽ ഫുള്ള് പോയതിന് ശേഷം തുറക്കുകയാണെങ്കിൽ കറക്റ്റായിട്ട് മട്ടൻ വെന്തിട്ടുണ്ടാവും. ഇനി നമ്മളിത് വെന്ത് കഴിയുമ്പോൾ അതിലേക്ക് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള 2-ാം പാൽ ഉണ്ടാക്കി വയ്ക്കുന്നുണ്ട്. 2-ാം പാൽ എൻ്റെ കയ്യിൽ ഇതില്ലാത്ത കാരണം, തേങ്ങ ഇല്ലാത്ത കാരണം പാൽപ്പൊടി തന്നെ ഉപയോഗിച്ചിട്ടുണ്ട്. കോക്കനട്ട് മിൽക്ക് പൗഡറിൽ വെള്ളം ആഡ് ചെയ്തിട്ട് കുറച്ച് കട്ടിയിൽ ഉണ്ടാക്കുക ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് സ്നാക്സ് വേണമല്ലോ. അപ്പോൾ സ്നാക്സ് ഞാൻ ആദ്യം തന്നെ നോമ്പ് തുടങ്ങുന്നതിൻ്റെ മുമ്പ്
സമോസയും കട്ട്ലറ്റും അതുപോലെ ഇറച്ചിയോടൊക്കെ ഉള്ളത് ഉണ്ടാക്കിയിട്ട് ഓരോ ദിവസത്തിന് എടുക്കാനുള്ളത് കറക്റ്റാക്കിയിട്ട് സിപ്പ് ലോക്ക് കവറിലിട്ടിട്ട് പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു ദിവസം നമുക്ക് ആ ഒരു പാക്ക് എടുക്കുക, അത് അൺഫ്രീസ് ചെയ്തിട്ട് അല്ലെങ്കിൽ ഡീഫ്രോസ്റ്റ് ചെയ്തതിന് ശേഷം അത് എടുത്തിട്ട് നമുക്ക് കുക്ക് ചെയ്താൽ മതി. അപ്പോൾ അതിനൊരു ക്വാണ്ടിറ്റി ഉണ്ടാവും, 1-2 പീസ് ഒരാൾ സ്നാക്കായിട്ട് കഴിക്കുകയുള്ളൂ. പിന്നെ നമുക്ക് കുറച്ചുകൂടെ എളുപ്പമാണ്, എല്ലാ ദിവസവും സ്നാക്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള സമയം കളയേണ്ട ആവശ്യമില്ല. അപ്പോൾ ഞാൻ കുറച്ച് ഓയിൽ ബ്രഷ് ചെയ്തിട്ട് അതിനൊക്കെ എയർ ഫ്രയറിൽ വെച്ചിട്ട് കുക്ക് ചെയ്യാണ്. നെക്സ്റ്റ് ജ്യൂസ് ഉണ്ടാക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ബെറീസ് വാങ്ങിച്ചു വെച്ചതുണ്ടായിരുന്നു, ബ്ലൂബെറിയും സ്ട്രോബെറിയും. ഇപ്പോൾ രണ്ടും ഫ്രീസ് ചെയ്താണ്. ബ്ലൂബെറി ഇതേപോലെ ഇങ്ങനെ ജസ്റ്റ് അതിന്ന് നെക്കി എടുത്തു കഴിഞ്ഞപ്പോൾ ബ്ലൂബെറി അതിലേക്ക് വന്നു. പക്ഷേ സ്ട്രോബെറി കുറച്ച് പണിയായിരുന്നു, സ്ട്രോബെറി കുറച്ചുകൂടെ കട്ടിയായി ഇരിക്കുകയായിരുന്നു. പക്ഷെ അത് പറഞ്ഞിട്ട് സ്ട്രോബെറിനെ വെറുതെ വിടാൻ പറ്റില്ലല്ലോ. അപ്പോൾ മറ്റേ സ്ക്രേപ്പർ വെച്ചിട്ട് ഇതേപോലെ നമ്മൾ ഐസ് ചുരണ്ടില്ലേ, ഐസ് ചുരണ്ടിയൊക്കെ ഉണ്ടാക്കുന്ന പോലെ അത് വെച്ചിട്ടാക്കിയിട്ട് അത് ആഡ് ചെയ്തു. ഇനി ജസ്റ്റ് അതിലേക്ക് മിൽക്ക് ഒഴിക്കുക. മധുരം വേണ്ടവർക്ക് പഞ്ചസാര ആഡ് ചെയ്യാം, അല്ലെങ്കിൽ തേനോ അങ്ങനെ എന്തെങ്കിലും ആഡ് ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ ജസ്റ്റ് മിൽക്ക് ഒഴിച്ചിട്ട്, ഞാൻ മധുരം ആഡ് ചെയ്യുന്നില്ല, മിൽക്ക് മാത്രം ഒഴിച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. ഇനി നമ്മുടെ സ്റ്റൂവിലേക്ക് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് മല്ലിയില കുറച്ച് മുറിച്ച് വെച്ചിട്ടുണ്ട്. കുറച്ച് കുരുമുളകും കൂടി ഇടണമെന്ന് പറഞ്ഞില്ലേ, അപ്പോൾ ആ കുരുമുളക് ജസ്റ്റ് പൊടിച്ചതുണ്ട് എങ്കിലും ഇങ്ങനെ ക്രഷ് ചെയ്തിടുന്നത് നല്ലത്. അപ്പോൾ അത് കാരണം കുറച്ച് കുരുമുളകും കൂടി ക്രഷ് ചെയ്ത് വെക്കാം. നമ്മൾ ഇറച്ചി വടയായിരുന്നു ആദ്യം കുക്ക് ചെയ്യാൻ വെച്ച്, കാരണം അതിൻ്റെ ഉള്ളിൽ ഇറച്ചി വേകാനുണ്ട്, അത് വേകാത്ത ഇറച്ചിയാണ്, അപ്പോൾ അത് വേവാൻ വെച്ചതാണ്. അത് കഴിഞ്ഞിട്ട് അതൊന്നായി വന്നതിന് ശേഷം നമ്മൾ ചിക്കൻ കട്ട്ലറ്റും അതുപോലെ സമോസയും കൂടി വെച്ച് കൊടുത്തു. ജസ്റ്റ് ഒന്ന് എണ്ണ അതിൻ്റെ മേലെ ബ്രഷ് ചെയ്ത് കൊടുത്തിട്ട് വീണ്ടും അതിനെ ഹീറ്റ് ചെയ്യാൻ വെച്ച് എയർ ഫ്രയറിൽ വെക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ മട്ടൻ ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള 2ാം പാൽ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇനി നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുള്ള മല്ലിയില ഇട്ട് കൊടുക്കുക. അതേപോലെ തന്നെ നമ്മൾ ചതച്ച് വെച്ചിട്ടുള്ള കുരുമുളകില്ലേ അതും കൂടെ ഇട്ട് കൊടുക്കുക. നമ്മുടെ സ്റ്റൂ റെഡിയായി. ഇനി നമ്മുടെ അടുത്ത പരിപാടി അപ്പം ഉണ്ടാക്കലാണ്. നമ്മൾ ഓൾറെഡി മാവ് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന കാരണം അതിൽ കുറച്ച് ഉപ്പും കൂടെ ആഡ് ചെയ്തിട്ട് ഒന്ന് ഇളക്കിയിട്ട് ചട്ടിയിൽ ഒഴിച്ച് കൊടുത്ത് ചുറ്റിക്കുക. ഞാൻ ഇടയ്ക്കത് പൂ പോലെ ഉണ്ടാക്കും, ഇടയ്ക്ക് വട്ടത്തിലുണ്ടാക്കും, ഒക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ഷേപ്പിലുണ്ടാക്കാം. അപ്പം ഉണ്ടാക്കണം വേണ്ടി പലയൊക്കെ എടുത്തിട്ട് എങ്ങിടാണെന്നായിരിക്കും അല്ലേ. ഇത് പിറ്റേ ദിവസമാണ് നമ്മൾ സ്റ്റൂ ഉണ്ടാക്കിയതിൻ്റെ ബാക്കി ഉണ്ടായിരുന്നു. നമ്മൾ പിറ്റേ ദിവസം ആ സ്റ്റൂ തന്നെ കറിയായിട്ട് യൂസ് ചെയ്യാം, കൂടെ പത്തിരിയും കൂടി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അതിന് വേണ്ടിയിട്ട് കുറച്ച് വെള്ളം തിളപ്പിച്ചിട്ട് അതിലേക്ക് ഉപ്പിട്ട് ഇച്ചിരി ഓയിൽ ഒഴിച്ചിട്ട് പത്തിരിപ്പൊടി ഇട്ട് നന്നായി വാട്ടിയെടുത്ത് അതിനെ ബോൾസ് ആക്കിയിട്ട് പരത്തിയെടുക്കുകയും ചെയ്യുന്നു. എനിക്കറിയില്ല എന്നെല്ലാവരും പരത്തിയെടുക്കുന്നതുകൊണ്ട് ഇങ്ങനെ പരത്തിയിട്ട് തന്നെ പത്തിരി ഉണ്ടാക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. കാരണം മുമ്പ് ഞാൻ ഉമ്മാൻ്റെ ഉമ്മയൊക്കെയാണ് ഇങ്ങനെ പത്തിരി ഉണ്ടാക്കിയിട്ട് അങ്ങനെ കണ്ട് ശീലിച്ചിട്ടാണ് ഞാൻ പരത്തി തുടങ്ങി. പക്ഷെ അവർ വരെ ഇപ്പോൾ പ്രസ് യൂസ് ചെയ്യാൻ തുടങ്ങി. പക്ഷെ ഞാൻ എങ്ങനെ ചെയ്താലും അത് ശരിയാവില്ല. ഞാൻ കാരണം ഇങ്ങനെ തന്നെ കേട്ടോ, കുറച്ച് ടൈം കൺസ്യൂമിങ് ആണെങ്കിൽ പോലും എനിക്ക് കുറച്ചുകൂടെ കൺവീനിയൻ്റ് ആയിട്ടുള്ള സ്റ്റൈൽ ഇങ്ങനെ തന്നെ ഉണ്ടാക്കുന്നതാണ്. പിന്നെ ഈ വീഡിയോ ഞാൻ ഫസ്റ്റ് ചെയ്ത വീഡിയോയുടെ ഒപ്പം അറ്റാച്ച് ചെയ്യാൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നോമ്പാവുമ്പോൾ അധികം ടൈമും ഫുഡിൻ്റെ ഉണ്ടാക്കലിനും അതിൻ്റെ പ്രിപ്പറേഷനുമായി ആ ഒരു ആലോചനയിലൊക്കെ അധികം പേരും കളയാറുണ്ട്. നമ്മൾ കാണുന്ന വീഡിയോസിലായാലും ഓരോ ദിവസം പുതിയ പുതിയ ഫുഡ്, വെറൈറ്റി സ്നാക്സ് കാര്യങ്ങൾ അങ്ങനെയാണ്. അപ്പോൾ ഇതൊന്നും കിട്ടാത്ത ആൾക്കാരും നമ്മളെ ചുറ്റുമുണ്ട്. അപ്പോൾ നമ്മൾക്ക് എന്താണോ നമ്മളുടെ ഫിനാൻഷ്യൽ സ്റ്റാറ്റസ് എന്താണോ അല്ലെങ്കിൽ നമ്മളുടെ അടുത്ത് എന്താ ഉള്ളത് അതിനനുസരിച്ച് നമ്മൾ ഉണ്ടാക്കി കഴിച്ചാൽ മതി. അല്ലാണ്ട് റംസാൻ എന്ന് പറയുന്നത് ഫുഡ് വെറൈറ്റി ആയി കഴിക്കാനുള്ളൊരു മാസമല്ല, നമ്മളുടെ ഒന്ന് പ്യൂരിഫൈ ചെയ്യാൻ, നമ്മുടെ ഉള്ളൊന്ന് പ്യൂരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു മന്താണ്. പിന്നെ നമ്മൾക്ക് നമ്മുടെ അടുത്തുള്ള ആർക്കെങ്കിലുമൊക്കെ ഭക്ഷണത്തിന് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അവരെ സഹായിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക. അല്ലാതെ നമ്മൾ അങ്ങനെ ആർഭാടാക്കാൻ വേണ്ടിയിട്ട് റംസാന് കാണരുത് എന്നാണ് എൻ്റെ ഒരു തോട്ട്. അപ്പോൾ ഇതിലൊന്നുമല്ല കാര്യം, നമ്മളെ പ്യൂരിഫൈ ചെയ്യുക എന്നുള്ളതാണ് റംസാൻ എന്ന് പറയുന്നത്. ഫുഡ് അധികം ഉണ്ടാക്കിയില്ലെങ്കിലും ഉള്ള ഫുഡ് നമ്മൾ വേസ്റ്റ് ആക്കാതെ ഇരിക്കുക. നമ്മൾ നല്ല നിസ്കാരവും നോമ്പും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മളുടെ ടൈം മാക്സിമം അങ്ങനെ യൂട്ടിലൈസ് ചെയ്യുക. എല്ലാവർക്കും റംസാൻ മുബാറക്.